ഹലോ ആൻഡ് ഹായ്. വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം ഞാനിവിടെ ചെയ്ത ഒരു ഈസി കേക്ക് റെസിപ്പിയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ബൗളിൽ നിങ്ങൾക്ക് കാണാം 100 ഗ്രാംസിൻ്റെ പകുതി ബട്ടർ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ചതിന് ശേഷം അതിൽ നിങ്ങൾ കണ്ടത് ഡേറ്റ്സ് ആണ്. അതിൻ്റെ കുരു കളഞ്ഞ് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ടു. ഇനി ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിന് വേണ്ട മറ്റ് സാധനങ്ങൾ വേറെ ഒന്നുമില്ല. ഞാൻ 2 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്, 1 കപ്പ് പാലെടുക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ തേന്, 1 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ്. കാര്യം ഇത് ഇപ്പോൾ 1 ടീസ്പൂൺ 2 കപ്പ് മൈദ ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ലൈറ്റായിട്ടിട്ട് നിറയുമ്പോൾ എടുക്കുക. നമ്മൾ കൈ കൊണ്ട് അതിനെ ഒരുപാട് കുമിച്ച് എടുക്കരുത് കേട്ടോ. അത് ലൈറ്റായിട്ടിട്ട് 2 കപ്പ് നിറയുമ്പോൾ മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുക്കുമ്പോൾ അത് വളരെ ആപ്റ്റാണ്. അപ്പം നമ്മളിതിൽ 1 ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിപ്പോൾ അരപ്പയിലൊന്ന് അരിച്ച് ഞാൻ എടുക്കുകയാണ്. 3 പ്രാവശ്യമായിട്ടിട്ട് അരിച്ചെടുത്തു. ഇത് അരിച്ചെടുക്കാൻ കാരണം നമ്മളിട്ട ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ ഉപ്പെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് കുറേശ്ശെ നമുക്കിതിലോട്ട് യോജിപ്പിക്കാം. പാലും കൂടെ ഞാൻ പറഞ്ഞല്ലോ, 1 കപ്പ് പാലുണ്ട്. കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ശരിക്കും ഈ ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇതിൻ്റെ ഒരു പരുവം ഒരുപാട് വെള്ളമാകാൻ പാടില്ല. കുറച്ച് കട്ടിയും കൂടെ ആയിരിക്കണം. പിന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ടെക്സ്ചർ അത് ശരിക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ലേ. ഈ മാവ് പോലെ നമുക്കങ്ങനെ അകത്ത് വേഗത്തില്ല. അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആകാനും പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസും. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കേക്ക് ടിന്നിൽ നമുക്ക് പിന്നെ ഞാനിപ്പോൾ 2 ടിന്നാണ് എടുത്തത്. കാര്യം ഈ കേക്ക് ടിന്നിൽ ബാക്കിയുള്ളത് കൂടി ഒഴിച്ചാൽ അത് സ്പില്ലായിപ്പോകും. പിന്നെ ഇതും കൂടി ഒഴിച്ച് ഒരു ഫ്ലാറ്റ് ടിന്നിൽ ഒഴിച്ച് ഇത് ശരിക്കും ഞാൻ 2 പ്രാവശ്യമായിട്ട് വെച്ചിട്ട് മറ്റേ ഈ ഫ്ലാറ്റ് ടിന്നിലുള്ളത് ഞാൻ അതൊരു ബിസ്ക്കറ്റ് രൂപത്തിൽ കുറച്ച് അധികം നേരം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ. മറ്റേത് കുറച്ച് സോഫ്റ്റായിട്ട് അത്രത്തോളം ടൈം എടുത്തില്ല, ഒരു 20-25 മിനിറ്റ്സ് ഇത് ഈ കേക്ക് ചെയ്തപ്പോൾ. അതായത് ഫ്ലാറ്റ് ടിന്നിലാണ് ക്രിസ്പി ആയിട്ട് ഞാൻ എടുത്തത്. കുറച്ചുകൂടെ അധികം നേരം 10-15 മിനിറ്റോളം അധികം വെച്ചു ഒന്ന് ക്രിസ്പിയായി ബിസ്ക്കറ്റ് രൂപത്തിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, മറ്റേത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.